ലേൺസ് ഫെയർ SSLCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ചാണ്. ഓക്കെ, എത്ര ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? നമ്മൾ ബ്ലഡ് ഗ്രൂപ്പാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ബ്ലഡ് ഗ്രൂപ്പ് എത്ര ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പാണ് ഉള്ളത്? ആകെ എത്ര ടൈപ്പ് ഉള്ളത്? എ ഉണ്ട്, ബി ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട് അല്ലേ? A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട്. ഇത്രയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എ ഗ്രൂപ്പ് ഉള്ള ഒരാളുടെ ആന്റിജൻ എന്തായിരിക്കും അറിയോ? A തന്നെയായിരിക്കും. ഏതാണോ ബ്ലഡ് ഗ്രൂപ്പ് അത് തന്നെയായിരിക്കും അവരുടെ ബോഡിയിലുള്ള ആന്റിജൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആന്റിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്റിജൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആന്റിജൻ എ ഗ്രൂപ്പുള്ള ഒരാളുടെ ആന്റിജൻ എന്ന് പറയുന്നത് എ തന്നെയായിരിക്കും. ബി ഗ്രൂപ്പുള്ള ആളുടെ ആന്റിജൻ എന്ന് പറയുന്നത് ബി ആയിരിക്കും. AB ആണെങ്കിൽ എന്താണ്? എയും ഉണ്ടാവും, ബിയും ഉണ്ടാവും. രണ്ട് ടൈപ്പ് ആന്റിജനും ഉണ്ടാവും. അതുപോലെ O ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? അത്രയും മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് ആന്റിബോഡിയാണ്. ഓക്കെ, ആന്റിബോഡി. ഈ ആന്റിബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ആന്റിബോഡി എപ്പോഴും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റേഴ്സിലാണെന്ന് ഓർക്കുക. അതുപോലെ എ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിയിലുള്ള ആന്റിബോഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബി ആയിരിക്കും, സ്മോൾ ലെറ്റർ ബി. ബി ആണെന്നുണ്ടെങ്കിൽ എ ആയിരിക്കും. AB ആണെങ്കിൽ എയും ബിയും ഉണ്ടല്ലേ, അപ്പൊ ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല. O ആണെങ്കിൽ എന്തായിരിക്കും? എയും ഉണ്ടാവും, ബിയും ഉണ്ടാവും. ഇത് നിങ്ങൾ മറക്കരുത് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു കാരണവശാലും മറന്നു പോകരുത്. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതിങ്ങനെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇട്ട് തരുന്നത്. എത്രത്തോളം യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ വേറൊരു കാര്യം നമുക്ക് പഠിക്കാനുള്ളത് RH ഫാക്ടറാണ്. RH പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ RH ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ RH പോസിറ്റീവ് എന്ന് പറയും. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇപ്പൊ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് A ആണ് വിചാരിക്കുക. A പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്റെ ബ്ലഡ് ഗ്രൂപ്പിൽ എന്തുണ്ട്? RH ഉണ്ട്. RH എന്ന് പറയുന്നത് D ആണ് കേട്ടോ. D എന്ന് പറയുന്നതാണ് ആന്റിജൻ. D നെയാണ് നമ്മൾ RH എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ആന്റിജൻ D. ഓക്കെ, അപ്പോ RH എന്ന് പറയുന്ന വേറൊരു പേരാണ് എന്ത്? D എന്ന് ഓർക്കണം. ആന്റിജൻ Dക്ക് പറയുന്ന വേറൊരു പേരാണ് എന്ത്? RH. ഓക്കെ, RH ഫാക്ടർ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് പറയുമ്പോൾ പോസിറ്റീവ് ചേർത്ത് പറയും. അതായത് ഇപ്പൊ AB പോസിറ്റീവ് കേട്ടിട്ടുണ്ടാവുമല്ലോ. A പോസിറ്റീവ്, B പോസിറ്റീവ്, O പോസിറ്റീവ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ഇതിൽ ഈ പോസിറ്റീവ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ RH ഫാക്ടർ ഉണ്ടെന്നാണ്. ഓക്കെ, നമ്മുടെ ബ്ലഡിൽ RH ഫാക്ടർ ഉണ്ടെന്നാണ്. അതേസമയം ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും AB നെഗറ്റീവ്, അതുപോലെ A നെഗറ്റീവ്, B നെഗറ്റീവ്, O നെഗറ്റീവ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇതിനകത്ത് എന്താണെന്ന് അറിയോ? ഈ നെഗറ്റീവുകൾ നമ്മൾക്ക് റെപ്രസെന്റ് ചെയ്ത് കാണിച്ചു തരുന്നത് എന്താണ്? നമ്മുടെ ബ്ലഡിൽ RH ഫാക്ടർ ഇല്ലാന്നാണ്. മനസ്സിലായോ? അപ്പൊ RH ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. നമ്മൾ D എന്ന് പറയുന്ന ആന്റിജനെയാണ് RH എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം മനസ്സിലായെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഞാൻ ഒന്നുകൂടി പറയാൻ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.